ഹലോ നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ESD ഷൂ ഡിസ്പെൻസർ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ് കേട്ടോ, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതെന്ന് സംബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീൻ റൂമിലൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ ഷൂവിന് മുകളിലായിട്ട് ESD പ്രൊട്ടക്ഷനുള്ള ബാഗ്, ഷൂ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള പൊടിയൊന്നും ക്ലീൻ റൂമിനുള്ളിൽ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഷൂ പ്രൊട്ടക്ഷൻ ബാഗുകൾ ഇടണം നിർബന്ധമാണ്. അപ്പം അത് ഡിസ്പെൻസ് ചെയ്യുന്നൊരു മെഷീനാണിത്. ഞാനിവിടെ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശരിക്കും ഈ ബോക്സിനുള്ളിൽ നമ്മൾ ഇവിടെ ഷൂ ഇട്ട് വന്നിട്ട് നമ്മളിവിടെ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്ലാസ്റ്റിക് ബാഗ്, ഈ പോളിത്തീൻ ബാഗ് നമ്മുടെ ഷൂവിന് മുകളിലേക്ക് ഒരു റാപ്പിങ് പോലെ വന്ന് പിടിച്ച് നിൽക്കും. അപ്പം നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അതങ്ങ് അഴിച്ച് കളഞ്ഞ് ആ രീതിയിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഷൂവിലുള്ള പൊടിയൊന്നും, ഷൂ അഴിക്കുകയും വേണ്ട, എന്നാൽ ഷൂവിലുള്ള പൊടിയൊന്നും നമ്മുടെ ക്ലീൻ റൂമിനുള്ളിൽ വീഴത്തുമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇത്തിരി ബലം കൊടുക്കേണ്ടി വരും, കാരണം നമുക്ക് ചെരുപ്പിട്ട് ചവിട്ടുന്ന ആ രീതി തന്നെ ഇത് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് ബാഗ് തന്നെയാണ്, ESD സേഫ് പ്ലാസ്റ്റിക് ബാഗാണ്. 100 50 ഒരു പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ആ രീതിയിലുള്ള ബാഗുകൾ നമ്മൾ ഇതിനുള്ളിൽ ഈ ഇലാസ്റ്റിക് ബാഗിൽ സ്പ്രിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ 4 പോയിൻറ്റിലായിട്ട് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്, കണ്ടോ, ഒരു ഗ്രൂവിനുള്ളിലാണ് ഇത് കിടക്കുന്നത്. ആ ഗ്രൂവിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കറങ്ങും, കണ്ടോ. അത് കറങ്ങുമ്പം ആ ഗ്രൂവിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ക്യാച്ച് ഉണ്ട്, അതിനെ റിലീസ് ചെയ്തിട്ട് ഈ ബാഗ് 4 കോർണറിൽ നിന്ന് ഒരേ സമയം റിലീസായിട്ട് നമ്മുടെ ഷൂവിന് മുകളിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പ്ലാസ്റ്റിക് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇതൊരു 50 100 നമുക്ക് റെഡിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ തീരുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയിടാം. ഇതൊരു ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഒരു 4 സൈഡിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുള്ള ഇലാസ്റ്റിക് ബാൻഡിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് ഹോൾഡർ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ സെൻറ്ററിലെ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഇതാണ് ഈ പ്ലാസ്റ്റിക് ഹോൾഡർ, അതായത് നമ്മുടെ ഈ ESD ബാഗിനെ ഇവിടെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഹുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ. ഈ ഹുക്കിലാണ് ഈ പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ടുണ്ടാവുക. ആ ഇലാസ്റ്റിക് ബാൻഡ് ഈ ഹുക്കിലൊക്കെ ചേർത്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള ബലം കൊടുക്കുന്ന സാധനം ഒന്ന് ഊരി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്ററിലുള്ള സാധനം. ഇതിലാണ് നമ്മുടെ ബലം കൊടുത്ത് ചവിട്ടുന്നത്. അപ്പം നമ്മൾ ഷൂ ഇട്ട് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഈ സാധനം താഴത്തേക്ക് പ്രസ് ആവുകയും, അപ്പോൾ ഉള്ളിൽ കണ്ടോ ഒരു ലിവർ പോലെ സംഭവം, ആ ലിവർ 2 സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. അങ്ങനെ മൂവ് ആവുന്ന സമയത്ത് താഴെ ഒരു ലീനിയർ ആക്ടിവേറ്റർ ഉണ്ടാവും, കണ്ടോ, ആ സാധനം മൂവ് ചെയ്യുന്നു. അപ്പോൾ താഴെ ഒരു ഗിയർ വീൽ കറങ്ങുന്നു. അങ്ങനെയാണ് ആ മുകളിലത്തെ ലോക്കിംഗ് മെക്കാനിസം കറങ്ങുന്നത്. നമുക്കവിടെ നോക്കി കാണാൻ പറ്റും, കണ്ടോ, ടോപ്പിലത് കറങ്ങുന്നത് കണ്ടോ. അപ്പം ഈ പ്ലാസ്റ്റിക് ബാഗിൽ തീരുന്നതനുസരിച്ച് ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ആ 2 സൈഡിലും ആ സ്പ്രിങ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ആ സമയം പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കുള്ളൂ, നമ്മൾ ഇച്ചിരി ബലത്തിൽ തന്നെ പ്രസ് ചെയ്യണം, കാരണം നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന ആ രീതിയിൽ വരത്തില്ല എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ല, ഞാനിവിടെ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് മുടക്കി ലോക്കാക്കി ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ പറഞ്ഞു വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്, ഈ ഡിസ്പെൻസർ ബോക്സിന് ഏകദേശം 5000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട്. 5000 മുതൽ 6000 7000 ആ റേഞ്ചിലാണ് പോകുന്നത്. 100 ഒരു പാക്കറ്റ് പ്ലാസ്റ്റിക് ബാഗിന് ഏകദേശം 1500 രൂപ അടുത്ത് അതിനും വിലയുണ്ട്. അപ്പം ഇതാണ് ഈ ഐറ്റംസിൻ്റെ ഏകദേശം വില എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബലത്തിൽ പ്രസ് ചെയ്താണെങ്കിൽ കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഷൂ ആയിരുന്നെങ്കിൽ നമ്മളൊന്ന് ബലത്തിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷൂവിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് റാപ്പ് ചെയ്യും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്ക് എത്ര എണ്ണം വേണോ, നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യുന്ന അത്രയും ബാഗുകൾ ഡിസ്പെൻസ് ആവും. അപ്പോൾ ഒരു 100 ബാഗൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് ബാഗാണ്. നമുക്ക് എങ്ങനെ പോയാലും കുറച്ച് കഴിയുമ്പോൾ ഡാമേജ് ആവും. അപ്പം ഒരു ദിവസം തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് മാറേണ്ടിയൊക്കെ വരും. ഞാൻ തിരിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ടാൽ മതി, കണ്ടോ. ആ 4 കോർണറിലുള്ള ക്ലിപ്പിലേക്ക് ഞാൻ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും പ്രോപ്പറായിട്ടത് സീറ്റിംഗ് ആവും. ഇത് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ തുറന്ന് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. കാരണം കൂടുതൽ സമയത്തും ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ കോർണറിൽ വെച്ചിട്ടുള്ള ഒരു ബോക്സാണ്. അധികം പേരും ഇത് കാണാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ക്ലീൻ റൂം ഫെസിലിറ്റി ഉള്ളതാണ് സാധാരണ ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്ത ഏരിയസിൽ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും തന്നെ ചെരുപ്പ് പുറത്തിട്ടിട്ടാണ് വരുന്നത്. ശരിക്കും നമ്മൾ അകത്ത് കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ESD ഷൂസ് ഇട്ടിട്ടാണ് നമ്മൾ കയറുന്നത്. പ്രത്യേകം ക്ലീൻ റൂം ഒരു എന്താ പറയുക സ്റ്റിക്കി മാറ്റൊക്കെ വെച്ചിട്ട് ക്ലീൻ റൂമിൽ കയറുന്ന ആ ഒരു സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഷൂസ്, അതായത് പുറത്ത് ഇടുന്നതല്ല, അകത്തിടാൻ വേറെ ഷൂസൊക്കെ ഇട്ടാണ് നമ്മൾ കയറുന്നത്, ക്ലീൻ റൂമിനുള്ളിൽ കയറുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ക്ലീൻ റൂമിൽ ഇടുന്ന കോട്ടും സംഭവങ്ങളൊക്കെയാണ്. അപ്പം പുറത്തുനിന്നൊരു ഗസ്റ്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷൂ കവർ പോലുള്ള ഈ സംഭവങ്ങൾ അവർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ സംഭവം. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇതിനെ പറ്റിയൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ.